ഇവിടെ ആൻസറുകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. 3 സ്ക്വയർ ഇൻറ്റു 3⁻². ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം രണ്ടിൻ്റെ ബേസുകൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് ബേസ് എഴുതി ഈ പവറുകൾ തമ്മിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ പവറുകൾ തമ്മിൽ കൂട്ടിയാൽ മതി. അതായത് 2 - 2 രണ്ടും -2 കൂടെ കൂട്ടിയാൽ മതി. നമുക്ക് 3⁻0 എന്ന് കിട്ടും. ഏത് നമ്പറിൻ്റെയും പവർ 0 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ 1 ആണ്. ഇവിടെ നോക്കാം 2² / 2⁻² അല്ലേ. ഇവിടെ രണ്ടിൻ്റെയും ബേസ് സെയിം അല്ലേ. ബേസ് സെയിം ആണെങ്കിൽ എന്ത് ചെയ്യണം, പവറുകൾ തമ്മിൽ കുറച്ചാൽ മതി. ഈ രണ്ടിൽ നിന്നും ഈ -2 കുറക്കണം. അപ്പോൾ കുറക്കണം എന്ന് പറയുന്നൊരു ചിഹ്നം എഴുതണം. എത്രയാണ് കുറയ്ക്കേണ്ടത്? -2 ആണ് കുറയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇത്രയും നമുക്ക് വലിയ ബ്രാക്കറ്റിൽ ഇടാം. ഇനി നോക്കുക, ഇതിൻ്റെ ആൻസർ എന്താ? 2⁻². ഈ രണ്ട് മൈനസുകൾ ഒരുമിച്ച് വരുമ്പോൾ അത് പ്ലസ് ആവും അല്ലേ, 2. അപ്പോൾ 2 + 2 എന്ന് കിട്ടും. അത് 2⁻4 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 നമുക്ക് 16 എന്ന ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. ഓക്കേ.